അങ്ങനെ നമ്മുടെ ആപ്പിൾ ഡിവൈസുകൾ, നമ്മുടെ ഐഫോൺ, ഐപാഡ്, മാക്ക്, ആപ്പിൾ വാച്ച്, എയർപോഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റിങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ് ഈ വർഷത്തെ അവരുടെ കിടിലൻ ആക്സസറീസ് ആണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇത് അവരുടെ റിവ്യൂ കിറ്റാണ്. സോ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു അൺബോക്സിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ ഇവിടെ അതിൻ്റെ താങ്ക് യു നോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ആക്സസറീസ് എല്ലാം തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യും മാറ്റുമ്പോൾ ഈ പ്രോഡക്റ്റുകൾ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഇതിൽ നിന്ന് 2 കേസുകൾ ഞാൻ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ 15 Proയിൽ. സോ അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ബാക്കിയുള്ള പ്രോഡക്റ്റുകളെ വിലയിരുത്തുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഐഫോണിൻ്റെ കേസുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റിങ്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പാക്കേജിങ് വളരെ സിമ്പിളാണ്. വലിയ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മിനിമൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവരുടെ ഈ ഒരു പാക്കേജിങ്ങിൻ്റെ താഴെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്, എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്. അപ്പം ഇത് ടെയർ ഓഫ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്തെടുത്താൽ നമുക്ക് ആ കേസുകളെല്ലാം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ ഏറ്റവും ആദ്യം ഉള്ളത് ഫ്യൂഷൻ കാർഡ് കേസാണ്. നോർമലി വരുന്ന നോർമൽ ടൈപ്പിലുള്ള കേസാണ് ഈ ഒരു ഫ്യൂഷൻ കേസ്. അതിൻ്റെ കൂടെ ഈ ഒരു കാർഡ് അറ്റാച്ച്മെൻറ്റ് നമുക്ക് വാളറ്റ്, അതായത് നമ്മളുടെ ബാങ്ക് ATM കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ അതുപോലുള്ള കാർഡുകളെല്ലാം ഇതിനകത്ത് ഈ ഒരു കേസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. ഈ ഒരു വാളറ്റ് കേസിൽ ഏകദേശം 2ഓളം ATM കാർഡുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരേപോലെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. ആക്സസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇവിടെ സ്ലൈഡ് ചെയ്താൽ നമുക്ക് കാർഡുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാർഡ് വരുന്ന ഏരിയയിൽ നിന്നും കാണാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ആണ്. ഇത് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഹാർഡ് കേസ് അല്ല. പിന്നീട് എടുത്ത് പറഞ്ഞത് ഇതിൻ്റെ ക്യാമറ പ്രൊട്ടക്ഷൻ ആണ്. വളരെ പ്രൊട്യൂഡ് ചെയ്ത് തള്ളിയാണ് നമ്മളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ബമ്പ് കേസിന് ആ ഒരു ക്യാമറയ്ക്ക് ചുറ്റിനുള്ളത്. ആൻഡ് ഇതിൻ്റെ എഡ്ജസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 കോർണേഴ്സിലും ഇതിനകത്ത് ഈ ഒരു കേസിനകത്ത് ഒരു ബമ്പർ പോലത്തെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു ചെറിയ ഗ്രിപ്പ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു എഡ്ജസിൽ അല്ലെങ്കിൽ സൈഡ്സിൽ കൊടുത്തിരുന്നത്. അതോടൊപ്പം നമ്മുടെ ബട്ടൺസ് എല്ലാം വളരെ ഈസി ആയിട്ട് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഫെദർ ടച്ചിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു റിങ്ക് അല്ലെങ്കിൽ റിങ്ക് ബ്രാൻഡിൻ്റെ എല്ലാ കേസുകളിലും ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബട്ടൺസ് ആണ്. വളരെ ഈസിയാണ്, വളരെ സ്മൂത്താണ്. നമുക്ക് ഫെദർ ടച്ചിലൂടെ അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ടച്ചിലൂടെ നമുക്ക് ബട്ടൺസ് അല്ലെങ്കിൽ കീസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ ഫോണിൻ്റെ ഭംഗി ആസ്വദിക്കണം, പ്ലസ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും 2 കാർഡുകളൊക്കെ ക്യാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, എന്നാൽ ഭയങ്കര പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊട്ടക്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേസാണ് ഈ ഒരു കേസ്. ഇതിലെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫ്യൂഷൻ എക്സ് കേസാണ്. വൺ ഓഫ് ദ ഫേമസ് കേസുകളിൽ ഒന്നാണ് ഫ്യൂഷൻ എക്സ് കേസ്. കാരണം ഇത് ഐഫോൺ മാത്രമല്ല മിക്ക ബ്രാൻഡുകൾക്കും റിങ്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു കേസ്. ഈ ഒരു ഫ്യൂഷൻ എക്സ് കേസിൻ്റെ പ്രത്യേകത നമുക്ക് സ്ലീക്കി ഡിസൈനാണ്. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീത്രൂ ഉണ്ട്. അതോടൊപ്പം നമുക്ക് പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്ന രീതിയിലൊരു ബോൾഡ് ക്യാരക്ടർ ഈ ഒരു കേസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ TPU മെറ്റീരിയലാണ്, സൈഡിൽ കൂടെ പോയേക്കുന്ന ഈ TPU മെറ്റീരിയലാണ്. സോ നമ്മളെ ഫോൺ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഓവറോൾ ഒരു സ്റ്റെൽത്തി ഫീൽ ലഭിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ഡാർക്ക് ഫീലാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാമറ കട്ടൗട്ടുകൾ നിങ്ങൾക്ക് കാണാം, വളരെ പ്രിസൈസ് ആയിട്ടുള്ള കട്ടിംഗ് ആണ്. പിന്നീട് ഈ ഒരു കേസിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം സൈഡ്സിൽ നമുക്ക് കൈ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ വളരെ ഗ്രിപ്പി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഫിനിഷാണ് സൈഡിൽ കൊടുത്തേക്കുന്നത്. നമുക്ക് വളരെ ഗ്രിപ്പി ആയിട്ടുള്ള ഫിനിഷാണ്. അതോടൊപ്പം ഈ ഒരു ബട്ടൺസ് പ്ലേസ്മെൻറ്റ്സും ആയാലും അതോടൊപ്പം ആ ബട്ടണിൻ്റെ ടാക്റ്റിക് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സൈഡിലും അങ്ങനെ തന്നെ. അതോടൊപ്പം ഇവിടെ FX ഫ്യൂഷൻ എക്സ് എന്നുള്ള ആ ഒരു ബ്രാൻഡിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിലത്ത് ഈ ഒരു ടേബിളിലൊക്കെ വെച്ച് ചെയ്യുമ്പം ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ക്യാമറ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ക്യാമറ ബമ്പും അതോടൊപ്പം ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ബമ്പും ഇത് പ്രൊട്യൂഡ് ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കേസ് ഇട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ വെച്ചാലും ഇത് അവിടെ ഈ ഒരു കോർണേഴ്സിലൊക്കെ പ്രസ് ചെയ്യുമ്പോൾ വൊബിൾ ചെയ്യുന്ന പ്രശ്നമില്ല. പിന്നീടുള്ള 2 കേസുകൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കണ്ട ഫ്യൂഷൻ എക്സിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന എന്നാൽ പാറ്റേൺസിൽ വളരെ മൈനറായിട്ടുള്ള ചേഞ്ചസ് വന്നിരിക്കുന്ന 2 കേസസ് ആണ്. ഒന്ന് ഫ്യൂഷൻ എക്സ് മാറ്റും, മറ്റൊന്ന് ഫ്യൂഷൻ എക്സ് ക്യാമോ ഫിനിഷിലുള്ള കേസുകളാണ്. നോർമൽ ഫ്യൂഷൻ എക്സ് കേസിൽ നമുക്ക് സെൻറ്റർ പോർഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ 2 കേസുകളിലും നമുക്ക് ഇവിടെ സെൻറ്ററിൽ ക്യാമോ ഫിനിഷ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലൈൻ പാറ്റേൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നമുക്ക് കൈ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഗ്രിപ്പി ഫീലിംഗ് ആണ് വരുന്നത്. വളരെ ഗ്രിപ്പായിട്ട് നമുക്ക് നമ്മളെ ഡിവൈസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ള കേസിൽ നമുക്ക് മാറ്റ് ഫിനിഷാണ്, സെൻട്രൽ ഫുള്ള് മാറ്റ് ഫിനിഷാണ്, പ്ലസ് നമുക്ക് മാക്സേഫ് സപ്പോർട്ടും വരുന്നുണ്ട്. കാരണം ബാക്കി 2 കേസുകളിലും ഈ ഒരു ഫ്യൂഷൻ്റെ ക്ലിയർ കേസിലും
നമ്മളെ ക്യാമോ കേസിൽ നമുക്ക് മാഗ്സേഫ് സപ്പോർട്ട് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഐഫോൺസിൽ നമുക്കറിയാം ഐഫോൺ 12 മുതൽ മാഗ്സേഫ് എന്ന് പറഞ്ഞ ഫീച്ചർ അല്ലെങ്കിൽ ഹാർഡ്വെയർ സപ്പോർട്ടുണ്ട്. സോ ഈ ഒരു ഡിവൈസ് അത് ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാഗ്സേഫിൻ്റെ സപ്പോർട്ടും ലഭിക്കും. മാഗ്സേഫ് ആക്സസറീസ് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാനും അത് യൂസ് ചെയ്യാനും സാധിക്കും ഈ ഒരു ഫ്യൂഷൻ എക്സ് മാറ്റ് കേസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ. സോ മാറ്റ് കേസിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് തീർച്ചയായിട്ടും. ബാക്കി ഡിസൈൻ വൈസ് എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്, യാതൊരു വ്യത്യാസമില്ല. ഓവറോൾ ഡിവൈസിൻ്റെ ലുക്കും ഫീലും മാറും. നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ലാതെ തന്നെ ഹോൾഡ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. പ്ലസ് നമുക്ക് ഈ ഒരു മാഗ്സേഫ് സപ്പോർട്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നീട് വന്ന കേസാണ് ഫ്യൂഷൻ മാഗ്നറ്റ് കേസ്. ആ ഒരു പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷനിൽ അല്ലെങ്കിൽ ബാക്കിൽ നമുക്ക് ആ ഒരു മാഗ്സേഫ് സപ്പോർട്ട് ഈ ഒരു കേസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ആ ഒരു ക്ലിയർ കേസിൽ നമുക്ക് മാഗ്സേഫ് ഇല്ല. അതോടൊപ്പം തന്നെ ഇതിലൊരു മാറ്റ് ഫിനിഷ് ആണ് ഈ ബാക്കിൽ വന്നേക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ള രണ്ട് കേസ് എന്ന് പറയുന്നത് ഫ്യൂഷൻ ബോൾഡ് മാഗ്നറ്റ് കേസ്. ഈ ഒരു ഗ്രേ കേസാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതും ഫ്യൂഷൻ ബോൾഡ് കേസ് ആണ്. ഇത് മാഗ്സേഫ് സപ്പോർട്ട് ഇല്ലെന്നേ ഉള്ളൂ, ഇതിന് മാഗ്സേഫ് സപ്പോർട്ട് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ ഓവറോൾ ഡിസൈനിലേക്കും ഷേപ്പിലേക്കും വരുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടുതലും ഗ്രേ ആണ്. കാരണം ഈ ഒരു ബ്ലാക്കിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബ്ലാക്ക് പ്യുവർ ബ്ലാക്ക് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു പഞ്ചി കളർ എന്ന് പറയുന്നത് എനിക്ക് ഈ ഒരു ഗ്രേ കളറാണ്. റിങ്ങിൻ്റെ ഫ്യൂഷൻ എക്സ് കേസിൽ വരുന്ന പോലത്തെ ആ ഒരു ഡിസൈനാണ് സൈഡിൽ ഈ ഒരു എഡ്ജസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഗ്രിപ്പി ഫീലാണ്. അതുകൊണ്ട് കയ്യിൽ നിന്ന് വഴുതി പോവും എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. പിന്നീട് ബട്ടൺസിൻ്റെ കാര്യമാണെങ്കിലും വളരെ സോഫ്റ്റാണ്, ടച്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ആൻഡ് എഡ്ജസിൽ നമുക്ക് കുറച്ചും കൂടെ ടൈറ്റർ ആയിട്ടുള്ളൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഒരു കൈ പ്ലേസ് ചെയ്യുന്ന നമ്മളെ കൈ പ്ലേസ് ചെയ്യുന്ന ഏരിയയിൽ മാത്രമാണ് ഈ ഗ്രിപ്പ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള ഏരിയയിൽ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിംഗ് ആണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ TPU കവറിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഡിവൈസ് താഴെ പോയാലും അങ്ങനെ ഡാമേജ് ആകും എന്നുള്ളൊരു പേടി വേണ്ട. ആൻഡ് ബാക്കിൽ വളരെ തിന്നായിട്ടുള്ളൊരു TPU മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സീ ത്രൂ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിവൈസിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇത് മാഗ്നറ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. സോ മാഗ്സേഫ് ഡിവൈസുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത്. ആൻഡ് ഫൈനലി ഉള്ളത് ഇത് നമ്മുടെ ഓണിക്സ് ഡിസൈൻ കേസാണ്. റിംഗിൻ്റെ സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന കേസുകളാണ് ഓണിക്സ് ഡിസൈൻ കേസുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഇത് കണ്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഫ്ലെക്സ് ചെയ്യാം. നിങ്ങളുടെ ഡിവൈസിന് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കേസിങ്ങും അല്ലെങ്കിൽ കവറിങ്ങും എന്നാൽ കുറച്ച് ഡിസൈനും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓണിക്സ് ഡിസൈൻ. കുറേ അധികം ഡിസൈനുകൾ റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനും ഫ്യൂഷൻ ബോൾഡിലെ പോലെ തന്നെ ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. എന്നാൽ ഫ്യൂഷൻ്റെ അത്ര ടഫ് ഈ ഒരു എഡ്ജസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓണിക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാക്കിയെല്ലാം പക്ക സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ക്യാമറ കട്ടൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ക്യാമറ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വലുതായിട്ടില്ല. അതുമായിട്ട് ആ ഒരു ക്യാമറയായിട്ട് ചേർന്നിരിക്കുന്ന ടൈപ്പിലുള്ളൊരു മൊഡ്യൂൾ അല്ലെങ്കിൽ ആ ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സോ ഇതാണ് ഓവറോൾ റിങ്ങിൻ്റെ കേസുകളുടെ കാര്യം എന്ന് പറയുന്നത്. പിന്നെയുള്ള റിങ്ങിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്റ്റാണ്. നമ്മൾ ഐഫോൺസ് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് ഇവരുടെ ഇഷ്ടപ്പെട്ട പ്രൈവസി സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സ് ആണ്. പ്രൈവസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പം നമുക്ക് യാതൊന്നും കാണാൻ സാധിക്കില്ല. മറ്റൊരാൾക്ക് എത്തി നോക്കുവാണെങ്കിൽ നമ്മളുടെ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ എന്താണോ കാണുന്നതെന്നുള്ളത് അവർക്ക് കാണാൻ സാധിക്കില്ല. സോ സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന 2-3 ബ്രാൻഡുകളിൽ ഒന്നാണ് ഈ ഒരു റിംഗ് എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം യൂസേഴ്സ് ചോദിക്കുന്നൊരു കാര്യമാണ് ക്യാമറ ലെൻസ് പ്രൊട്ടക്റ്റേഴ്സ്. റിംഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്യാമറ ലെൻസ് പ്രൊട്ടക്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഡിവൈസിൽ വരുന്ന ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത് സാഫയർ ക്രിസ്റ്റലാണ്. അത്യാവശ്യമല്ല, അതിനേക്കാൾ നല്ലതായിട്ട് ഡ്യൂറബിൾ ആയിട്ടുള്ള ലെൻസുകളാണ് ഇതിനകത്തുള്ളത്. ആപ്പിൾ വാച്ച് അൾട്രയിൽ ഇതിൻ്റെ താഴെയും മുകളിലും വരുന്ന സാഫയർ ക്രിസ്റ്റലാണ്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ അധികം പ്രാവശ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ തട്ടും മുട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഈ സ്ക്രീനിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ അങ്ങനെ സ്ക്രാച്ചസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്യാമറ ലെൻസുകളും നമ്മുടെ ഐഫോണിൽ. സോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ലെൻസ് പ്രൊട്ടക്റ്റേഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയുള്ള ആക്സസറി എന്ന് പറയുന്നത് വാച്ചിനുള്ള ആക്സസറിയാണ്. ആപ്പിൾ വാച്ച് അൾട്രയ്ക്കും ബാക്കിയുള്ള നോർമൽ ആപ്പിൾ വാച്ച് സീരീസ് 8, 7, 6 എല്ലാം ഇതുപോലുള്ള കേസുകൾ അവൈലബിൾ ആണ്. സോ നമ്മളുടെ ഡിവൈസിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കേസ് ഇട്ട് കഴിയുമ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആപ്പിൾ വാച്ച് കാണാൻ സാധിക്കുന്നത്. സോ ബാൻഡ് ഇട്ട് കഴിയുമ്പം ഈ ഒരു രീതിയിലേക്കും നമ്മുടെ വാച്ചിൻ്റെ ഓവറോൾ ലുക്കും ഫീലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ നമ്മളുടെ ഈ ഒരു ക്രൗണും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ECG കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ സാധിക്കും. അങ്ങനെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. സൈഡിൽ നമുക്ക് ബട്ടൺസ് ആക്സസ് ചെയ്യാം. അതോടൊപ്പം മൈക്രോഫോൺ ഹോൾസ്, അങ്ങനെ എല്ലാ ഡിസൈൻ വൈസ് യാതൊരു കുഴപ്പമില്ലാതെ അത്രയ്ക്കും കിടുവായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് വാച്ച് ബാൻഡാണ്. സിമ്പിൾ പാക്കേജിംഗ് ആണ്. ഒരു പ്ലാസ്റ്റിക്
ഇതിനകത്താണ് അത് വരുന്നത്. നമുക്കറിയാം ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്പോർട്സ് ലൂപ്പ് പോലെ തന്നെ സിമിലർ ഡിസൈനും അത്യാവശ്യം സിമിലർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാൻഡ് തന്നെയാണ്. എന്നാൽ എക്സ്പെൻസ് വൈസ് വളരെ കുറവായിട്ടുള്ള ചീപ്പറായിട്ടുള്ളൊരു ബാൻഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വാച്ച് ബാൻഡിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസിലുള്ള ബാൻഡുകൾ റിങ്കയ്ക്ക് അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫൈനലി ഉള്ളത് നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് കേബിളാണ്. ഇതും നല്ലൊരു ബിൽ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കേബിൾ തന്നെയാണ് റിങ്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ലെങ്തും ഈ ഒരു കേബിളിനുണ്ട്. സോ ഇത് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് USB 3 ആയതുകൊണ്ട് നമ്മൾ iPhone 15 Proയിലും 15 Pro Maxിലും നമുക്കിത് സപ്പോർട്ട് ചെയ്യും USB 3. കാരണം ഫാസ്റ്റ് ചാർജിങ് PD പവർ ഡെലിവറിയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളാണ് ഈ ഒരു കേബിൾ. സോ നമുക്ക് കളർ മാച്ചിങ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലും നമുക്ക് ഈ ഒരു കേബിൾ റിങ്കയുടെ വെബ്സൈറ്റിൽ ആക്സസിബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റിങ്ക എന്ന് പറയുന്ന ബ്രാൻഡ്. നമ്മൾ ഇന്ത്യയിൽ ആ ഒരു കൊടുക്കുന്ന പ്രൈസിന് വർത്തായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ആക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് റിങ്ക. അവരുടെ കേസുകൾ ആണെങ്കിലും അവരുടെ ആക്സസറീസ് വാച്ച്, കേബിള്, സ്ട്രാപ്പുകൾ ഇതൊക്കെയാണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ലഭിക്കുന്ന ഒരു ബ്രാൻഡാണ് റിങ്ക. സോ ഡെഫിനറ്റ്ലി അവരുടെ സൈറ്റ് ചെക്ക് ചെയ്തുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഈസ് മീ മിലൻ. Catch you guys next video. Till then, peace.